അതിരാവിലെ തന്നെ കോടമഞ്ഞ് കൊണ്ട് ഒരു നടത്തം, പ്രകൃതിയെ ആസ്വദിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടും രസിച്ചും ഒരു നടത്തം. നല്ല കോടമഞ്ഞുള്ളൊരു ദിവസമാണ്. ഡിസംബർ മാസം ആവുന്നതിനോടനുബന്ധിച്ച് ഇവിടെയെല്ലാം നല്ല മഞ്ഞാണ്. ഇടുക്കിയെന്ന് കേൾക്കുമ്പോൾ തന്നെ നവംബർ ഡിസംബർ മാസം നല്ല മഞ്ഞുള്ള സ്ഥലമായിരിക്കും. രാവിലെ ഒരുമാതിരി മൂന്നാറിൽ പോയ അവസ്ഥയായിരുന്നു. പിന്നെ സൂര്യനാവട്ടെ, എല്ലായിടത്തും സൂര്യനെ കാണാം. ആകെ ഒരു സൂര്യനേ ഉള്ളൂ എന്നറിയാം. പക്ഷേ നമ്മൾ പോകുന്നിടത്തെല്ലാം നല്ല ക്ലിയർ ആയിട്ട് സൂര്യനെ വീഡിയോയിൽ പകർത്താൻ എനിക്ക് കഴിഞ്ഞു. ചെറിയ മഞ്ഞിൽ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ എന്ത് രസമാണെന്നോ. പിന്നെ വീടിനടുത്തുള്ള ഒരു ചെറിയ തോടാണ് കേട്ടോ. കുറേ തവണയായി ഞാൻ എൻ്റെ ക്യാമറയിൽ ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് കരുതുന്നു. ഇന്നാണ് കേട്ടോ എനിക്ക് സാധിച്ചത്. അങ്ങ് മലമുകളിൽ നിന്നും വരുന്ന വെള്ളമാണ്. മഴ കൂടുമ്പോൾ അവിടെ നിന്നും കുത്തി ഒലിച്ചിരുന്ന വെള്ളം ഇതിലെയാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് കാണുകയാണെങ്കിലും മഴ സമയം വലിയൊരു വെള്ളച്ചാട്ടം പോലെയാണ് ഇവിടെ. പിന്നെ വ്യത്യസ്ത ഇനം ചെടികളൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ കൃഷിയുടെ നാടാണല്ലോ. മിക്കവർക്കും തന്നെ അറിയാം ഇവിടെ കൃഷിയാണ് മെയിൻ. ഏലം മുതൽ കൊക്കോ, കാപ്പിക്കുരു എല്ലാം തന്നെ ഇടുക്കിയിൽ ഉണ്ട്. എല്ലാവരും ആളുകളിലും അവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങുന്ന സമയം ഞങ്ങളിവിടെ ഈ ഒരു പച്ചപ്പൊക്കെ ആസ്വദിച്ച് നടക്കാനും ഇരിക്കാനും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു എൻജോയ്മെൻറ്റ്. കൊക്കോയാവട്ടെ പഴുത്ത് വരുന്നു. കൊക്കോ വെറുതെ എടുത്ത് തിന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കൊക്കയുടെ അകത്തെ ആ കായ്ക്ക് നല്ലൊരു വിലയുണ്ട് കേട്ടോ. പിന്നെ വീടിനടുത്ത് ചേർന്ന് ചെറിയൊരു വെള്ളച്ചാട്ടം, ഞാനത് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം കുറവാണ്. മഴ പെയ്താൽ മാത്രമേ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവുകയുള്ളൂ. ഇത് തന്നെ ഒരു നല്ലൊരു കാഴ്ചയാണ്. പിന്നെ ഇതിനകത്ത് നിന്നാണ് വെള്ളം വരുന്നത്. ചെറിയ പായലുകളും എല്ലാം ഇതിന് ചുറ്റുമുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് രസമാണ്. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ഈ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലത്തിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു കാട്ടു സൂര്യകാന്തിപ്പൂ എന്നാണ് പറയുന്നത്. അതിഷ്ടം പോലെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇന്നൊരു തെളിഞ്ഞൊരു അന്തരീക്ഷം കാണാം. മഴയല്ല, വെയിലല്ല, അങ്ങനൊരു കാലാവസ്ഥയാണ്. ആകാശം നല്ല രീതിക്ക് തന്നെ തെളിഞ്ഞ് നിൽക്കുന്നു. പിന്നെ സൂര്യൻ മറഞ്ഞ് ഒരിടത്ത് നിൽക്കുമ്പോൾ ഞാൻ അതും വീഡിയോ എടുത്തു. എന്തോ ഇന്ന് സൂര്യൻ ഇത്തിരി പതുങ്ങിയൊക്കെയാണ് നിൽക്കുന്നത്. വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തുകയായിരുന്നു. ഗൈസ്, അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു ഗൈസ്.